ഇന്നൊരു നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. SSCയിലെ സ്ലൈഡിംഗ് മെക്കാനിസം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോട്ടീസ്. അത് നമ്മളുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇത് വെയിറ്റിംഗ് ലിസ്റ്റ് ആണോ അല്ലെങ്കിൽ എന്താണ്, ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയായിരിക്കും എന്നുള്ള ഒരുപാട് ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായി കാണും. കുറേ പേർക്ക് ഇത് നല്ല രീതിയിൽ മനസ്സിലായവർ കാണും, കുറച്ച് പേർക്കെങ്കിലും ഇതെന്താണെന്ന് മനസ്സിലാവാത്തവർ കാണും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഇതിനെപ്പറ്റി പഠിക്കാം, അല്ലെങ്കിൽ കാര്യം മനസ്സിലാക്കാം. ഫിക്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. അതുപോലെ നമ്മുടെ CGL, CHS, MTS, അതുപോലെ SSCയുടെ എല്ലാ എക്സാമുകൾക്കും ഇതെങ്ങനെ നിങ്ങളെ ബാധിക്കും എന്നുള്ള കാര്യം. അപ്പോൾ ഇത് 2026 SSC പരീക്ഷകളിൽ ഇപ്പോൾ CGL ആയിക്കോട്ടെ, CHL ആയിക്കോട്ടെ, CHS ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, ഒരു റെവല്യൂഷണറി ആയിട്ടുള്ള ഒരു ചേഞ്ചാണ് സ്ലൈഡിംഗ് മെക്കാനിസം. അപ്പോൾ ഇത് ആസ്പിരൻസ് ഈ രീതിയെക്കുറിച്ച് എങ്ങനെ നോക്കാമെന്ന് അല്ലെങ്കിൽ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോഴത്തെ പ്രശ്നം, പ്രോബ്ലം ഇൻ SSC റിക്രൂട്ട്മെന്റ് അതെന്താണ്? നിലവിൽ പല ഉദ്യോഗാർത്ഥികളും എന്താ DV സമയത്ത് ഹാജരാകാത്തതോ അല്ലെങ്കിൽ ജോലിയിൽ പ്രവേശിക്കാത്തതോ കാരണം, ഒന്നുകിൽ DV സമയത്ത് വരത്തില്ല ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ കിട്ടിക്കഴിഞ്ഞിട്ടും എന്ത് ചെയ്തില്ല, ജോലിക്ക് പോകത്തില്ല. അപ്പം അതുകൊണ്ട് ധാരാളം വേക്കൻസികൾ എന്ത് ചെയ്യുന്നു, നികത്തപ്പെടാതെ നിൽക്കുവാണ്. അപ്പോൾ SSCയിൽ നിലവിൽ വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലാത്തതിനാൽ ഈ ഒഴിവുകൾ എന്ത് ചെയ്യും, അടുത്ത വർഷത്തേക്ക് മാറ്റും. അതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പരിഹാരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സ്ലൈഡിംഗ് മെക്കാനിസം കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യമാണ് പറഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ സ്കിപ്പ് ചെയ്യും, കുറച്ച് പേര് എന്ത് ചെയ്യും, ജോയിൻ ചെയ്യത്തില്ല, വേക്കൻസീസ് എന്ത് ചെയ്യും, അൺഫിൽഡ് ആയിട്ട് കിടക്കും. അപ്പോൾ ഇങ്ങനെ വേക്കൻസീസ് ഒക്കെ അൺഫിൽഡ് ആയിട്ട് കിടക്കുന്നത് കൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത്. ഇതിൻ്റെ എന്തുകൊണ്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലാത്തത്? SSC എക്സാംസ് എന്താണ്, മൾട്ടി ഫാക്ടർ ബേസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഒരു ഫീസിബിൾ ആയിട്ടുള്ള കാര്യമല്ല, അതുകൊണ്ടാണ് വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലാത്തത്. ഇനി ഇപ്പോൾ എന്താണ് നടക്കുന്നത് നോക്കാം. അപ്പോൾ അൺഫിൽഡ് പോസ്റ്റ് എന്താണ്, സാധാരണയായിട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുകയാണ്, നെക്സ്റ്റ് റിക്രൂട്ട്മെന്റിലോട്ട് പോവുക. അപ്പോൾ അതായത് ഇപ്പോൾ ഒരു 7000 വേക്കൻസി ഉണ്ടെന്ന് വെച്ചോ, അതിൽ ചിലപ്പോൾ ജോലിക്ക് ജോയിൻ ചെയ്യുന്ന ഒരു 5000 പേരായിരിക്കും, ബാക്കി 2000 വേക്കൻസീസ് എന്താണ്, അൺഫിൽഡ് ആയിട്ട് എടുക്കുക. ഇതെന്ത് ചെയ്യും, അടുത്ത നെക്സ്റ്റ് വേക്കൻസിയിലോട്ട് പോകും. ഇപ്പം നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ് സൈക്കിളിൽ എന്ത് ചെയ്യും, ഈ വേക്കൻസി ആഡായി പോകും. അതായത് ഇത്രയും സീറ്റ് എന്തായി പോകും, വേസ്റ്റ് ആയി പോകും. ഈ സീറ്റ് വേസ്റ്റിംഗ് കുറയ്ക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു പരിപാടി ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ സൊല്യൂഷനാണ് പറയുന്നത് സ്ലൈഡിംഗ് മെക്കാനിസം. അപ്പോൾ ഫിൽ മാക്സിമം വേക്കൻസീസ് ഇൻ സെയിം സൈക്കിൾ. അപ്പോൾ അതിനകത്ത് അതിന് കുറച്ച് പാർട്സ് ഉണ്ട്. അതിന് മുമ്പേ നമുക്ക് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോഴത്തെ പ്രശ്നം എന്താ, പല ഉദ്യോഗാർത്ഥികളും എന്താ ചെയ്യുന്നത്, DV സമയത്ത് ഹാജരാകത്തില്ല, അല്ലെങ്കിൽ ജോലിയിൽ കയറത്തില്ല. അപ്പോൾ ചിലർക്ക് നല്ല ജോലി കിട്ടിക്കാണും, അവർ രണ്ടാമത് പോയി എഴുതും, താഴ്ന്ന ജോലി ആയിരിക്കും കിട്ടുന്നത്, അവരെന്ത് ചെയ്തില്ല, ആ ജോലിയിൽ കയറത്തില്ല. കുറേ പേര് അങ്ങനെ ചെയ്യുന്നുണ്ട് നോർത്ത് ഇന്ത്യയിൽ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു, കുറേ വേക്കൻസി നികത്തപ്പെടാതെ പോകും. അപ്പോൾ ഇപ്പോൾ വെയിറ്റിംഗ് ലിസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് അടുത്ത വർഷത്തേക്ക് പോകുന്നതുകൊണ്ട് സ്ലൈഡിംഗ് മെക്കാനിസം ആണ്. അപ്പോൾ ഇനി ഇതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇതിന്റെ പ്രവർത്തന രീതി എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് റൗണ്ടാണ് നമ്മൾ FRTA എന്ന് പറഞ്ഞത്. FRTA എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ. അതായത് നമ്മുടെ പ്രിഫറൻസ് ഫസ്റ്റ് നമ്മളിപ്പോൾ ചെയ്യുന്നില്ലേ, നമ്മുടെ റിസൾട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ പ്രിഫറൻസ് കൊടുക്കും. ഇപ്പോൾ CGL 2025 ചിലപ്പോൾ നമ്മളത് കാണാൻ പോകുന്നത് ആദ്യമായിട്ട്. അപ്പോൾ ആദ്യമേ നമ്മൾ പ്രിഫറൻസ് കൊടുക്കും, അതിനുശേഷം എന്ത് ചെയ്യും, ഫസ്റ്റ് റൗണ്ട് ടെൻറ്റേറ്റീവ്. ആദ്യമേ പ്രിഫറൻസ് ഫോം ഫിൽ ചെയ്തു, ഫസ്റ്റ് റൗണ്ട് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ നടക്കുന്നു. അപ്പോൾ അതായത് ഉദ്യോഗാർത്ഥികളുടെ പ്രിഫറൻസിനനുസരിച്ച് എന്ത് ചെയ്യും, താൽക്കാലികമായിട്ട് ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണ്. ഒരാൾക്ക് ഒരു ഇപ്പോഴത്തെ CGL 25 വഴി അയാൾക്ക് ഇത്ര മാർക്ക് ഉണ്ടായിരുന്നു, അയാൾക്ക് ഫസ്റ്റ് റൗണ്ട് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ വഴി ടാക്സ് അസിസ്റ്റന്റിന്റെ പോസ്റ്റ് കിട്ടിയെന്ന് വെച്ചു, കേരളത്തിൽ നിന്നുള്ള ഒരാൾക്ക്. അപ്പോൾ അതെന്താണ്, താൽക്കാലികമാണ്. എന്തായാലും അയാൾക്ക് ജോലി കിട്ടും, TA പോസ്റ്റ് അയാൾക്ക് എന്തായാലും കിട്ടും. പക്ഷെ അവിടെ ഹയറിലോട്ട് അയാൾ ചിലപ്പം വെച്ച ഇതെന്ന് പറഞ്ഞാൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, GST, അങ്ങനെ മൂന്നാമത്തെയാണ് TA എന്ന് വെച്ചു. ഓക്കെ, അങ്ങനെയാണെന്ന് വെച്ചു. ഞാനൊരു ഹൈപ്പോത്തറ്റിക്കലായിട്ട് കാര്യമാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യും, ഇത് സെയിം ആസ് കറണ്ട് സിസ്റ്റമാണ്. ഇനി ഇതിന് ശേഷം ഒരു ഐഡന്റിറ്റി വെരിഫിക്കേഷൻ നടത്തും. ഐഡന്റിറ്റി വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ആധാർ ഓതന്റിക്കേഷൻ ആണ്. 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ റീജിയണൽ ഡയറക്ടറിന്റെ ഓഫീസിൽ വിസിറ്റ് ചെയ്യണം. അപ്പം അത് ഇവർ റിസൾട്ട് വന്നതിന് ശേഷം എവിടെയാണ് പോകേണ്ടതെന്നൊക്കെ എന്ത് ചെയ്യും, അത് നിങ്ങൾക്ക് മെയിലോ അല്ലെങ്കിൽ അത് അറിയിക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഈ സമയത്ത് 2 ഓപ്ഷൻ ഉണ്ട്. ആധാർ ഓതന്റിക്കേഷൻ ആണ്, 10 ഡേയ്സിന്റെ ലിമിറ്റഡ് വിൻഡോ ആണ്. ഇതൊക്കെ ആ നോട്ടീസിലുള്ളതാണ്. ഇപ്പം 2 ഓപ്ഷൻസ് ആണുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിക്സ് ആയിട്ടുള്ള ഓപ്ഷൻ. ഫിക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ലഭിച്ച പോസ്റ്റിൽ നിങ്ങൾ ഇപ്പം TA കിട്ടിയ ഒരാൾ ആ പോസ്റ്റിൽ സംതൃപ്തനാണ്, എനിക്ക് TA തന്നെ മതി, എനിക്ക് വേറെ ഹയർ ആയിട്ടൊന്നും വേണ്ട, ഞാൻ നേരത്തെ വെച്ച ഇൻകം ടാക്സ് ഇൻസ്പെക്ടറും GST എനിക്ക് വേണ്ട, എനിക്ക് TA തന്നെ മതി എന്നാണെങ്കിൽ എന്ത് ചെയ്യണം, അയാൾ ആ ഫിക്സ് ഫോം പൂരിപ്പിക്കണം. അല്ലെങ്കിൽ ഫിക്സ് ഫോം, അതിന് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ അതൊക്കെ നമുക്ക് കണ്ടറിയാം.
ഇനി ഫ്ലോട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്താ ഇപ്പോൾ ഇയാൾക്ക് ടി എ വേണ്ട, എനിക്ക് GST വേണം. അപ്പം അങ്ങനെയാണ് എന്ത് ചെയ്യണം, ലഭിച്ച പോസ്റ്റിനേക്കാൾ ഉയർന്ന പ്രിഫറൻസിലേക്ക് മാറാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഫ്ലോട്ട് ഓപ്ഷൻ എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുത്തേ പറ്റൂ, അല്ലെങ്കിൽ പോയില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്വാളിഫൈ ആവും. ഇനി അടുത്ത കേസിൽ അല്ലെങ്കിൽ ഫിക്സ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അക്സെപ്റ്റ് പോസ്റ്റ് ആസ് ഫൈനൽ. ഇത് ഫൈനൽ ആണെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, അപ്ഗ്രേഡേഷൻ ഒന്നുമില്ല. അതായത് ഇപ്പോൾ TA കിട്ടുവാണെങ്കിൽ നിങ്ങൾക്ക് TA തന്നെ മതി, ഇനി വേറെ അപ്ഗ്രേഡേഷൻ ഒന്നുമില്ല. ഈ ഫ്ലോട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എലിജിബിൾ ഫോർ ഹയർ പ്രിഫറൻസ് അപ്ഗ്രേഡ്. അതായത് ഫ്ലോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് TA എന്തായാലും കിട്ടും, അതിന് മുകളിലോട്ടുള്ള എന്തെങ്കിലും കിട്ടാൻ ചാൻസ് ഉണ്ടെങ്കിൽ. അതെങ്ങനെ കിട്ടാൻ ചാൻസ് ഉള്ളത്, കുറേ ആൾക്കാർ എന്ത് ചെയ്തില്ല, ഈ ഫ്ലോട്ടും കൊടുക്കത്തില്ല ഫിക്സും കൊടുക്കത്തില്ല. അപ്പോൾ കുറേ എന്ത് വരും, അല്ലെങ്കിൽ കുറേ പേര് അതിൽ ഫിക്സ് ആവും. അപ്പോൾ ബാക്കി സാധനങ്ങൾക്ക് എന്ത് ചെയ്യും, വേക്കൻസി വരും. കുറച്ച് പേര് ഫ്ലോട്ട് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ ഫിക്സ് ആവുന്നതും പിന്നെ വരാത്തതും ആ വേക്കൻസീസ് എന്ത് ചെയ്യും, ഈ ഫ്ലോട്ടിലോട്ട് നമുക്ക് കൊടുക്കാം ബാക്കി ഉള്ളത്. അപ്പോൾ വേക്കൻസി എന്താവും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താവും അടുത്തത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്താണ് സ്ലൈഡിംഗ് റൗണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ലൈഡിംഗ് റൗണ്ട് എന്ന് പറഞ്ഞാൽ മെറിറ്റ് ആൻഡ് ഒഴിവുകൾ, നിങ്ങളുടെ റാങ്കും അതുപോലെ ഒഴിവുകളും നോക്കി എന്ത് ചെയ്യും, ഉദ്യോഗാർത്ഥികൾക്ക് ഒരു തവണ റീ അലോക്കേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റ് അല്ല, ഇതിനാണ് നമ്മൾ സ്ലൈഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഒറ്റ സ്ലൈഡിംഗ് മാത്രമേ ഉള്ളൂ ബേസ്ഡ് ഓൺ മെറിറ്റ് ആൻഡ് പ്രിഫറൻസ്. അപ്പോൾ നമ്മൾ ഫ്ലോട്ടാണ് കൊടുത്തത് അല്ലെങ്കിൽ ഫിക്സ് ആണ് കൊടുത്തത്, അത് വെച്ചിട്ട് എന്ത് ചെയ്യും, ഫൈനലായിട്ട് ഒരു റീ അലോക്കേഷൻ ഉണ്ട്, വേക്കൻസി ഒക്കെ വെച്ച് നോക്കിയിട്ട് എന്ത് ചെയ്യും. അപ്പോൾ ഇതിന് വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, റിസൾട്ട്. അപ്പോൾ അതിന് മുമ്പേ ഫ്ലോട്ടിൻ്റെ കേസിൽ എന്താ, അപ്ഗ്രേഡ് കിട്ടുവാണെങ്കിൽ എന്ത് ചെയ്യണം, പുതിയ പോസ്റ്റിൽ ഇപ്പം നിങ്ങൾക്ക് TA കിട്ടി, GSTയിലോട്ട് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ആയെന്ന് വെച്ചോ, അവിടെ വേക്കൻസി ക്രിയേറ്റ് ആയി, കുറേ പേര് ചിലപ്പോൾ പോകത്തില്ല. GSTയിൽ വേക്കൻസി ക്രിയേറ്റ് ആയെങ്കിൽ നിങ്ങൾ ഇതിലോട്ട് അപ്ഗ്രേഡ് ആയെങ്കിൽ ഈ പോസ്റ്റ് ജോയിൻ ചെയ്തിരിക്കും, ന്യൂ പോസ്റ്റിൽ. പിന്നെ ഇതങ്ങ് പോയി. അപ്പോൾ ഇതിൽ ജോയിൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതും കിട്ടത്തില്ല, പിന്നെ TA കിട്ടത്തില്ല. അതായത് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്ത പുതിയ സ്ഥലത്തോട്ട് പൊക്കോണം, പഴയ സാധനം കിട്ടത്തില്ല. അപ്പോൾ ഫെയിലിയർ ആണെങ്കിൽ എന്ത് ചെയ്യും, 2 പോസ്റ്റും ക്യാൻസൽ ആവും. അപ്ഗ്രേഡിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫിക്സ് ആക്കി എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, TA നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് TA തന്നെ കിട്ടും, ജോയിൻ ചെയ്താൽ പറ്റുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അപ്ഗ്രേഡ് ഒന്നും പറ്റത്തില്ല, ഫിക്സിന് ജോയിൻ ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് അടുത്ത വർഷത്തേക്ക് പോകും, ജോയിൻ ചെയ്തില്ല എന്നുള്ളത്. ഇനി ഫൈനൽ റിസൾട്ട് സ്ലൈഡിംഗ് റൗണ്ടിന് ശേഷം മാത്രം. ഈ സ്ലൈഡിംഗ് റൗണ്ട് കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് എല്ലാവർക്കും ബാധകമായിരിക്കും. റിവേഴ്സ് അലോക്കേഷൻ കഴിഞ്ഞിട്ട് ബൈൻഡിങ് ഓൺ ഓൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, എല്ലാവർക്കും എന്തായിരിക്കും, അത് ബാധകമായിരിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ടാണ് കാൻഡിഡേറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുന്നത് നമുക്ക് നോക്കിയാലോ. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഫ്ലോട്ടിംഗ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ലൈഡിംഗ് റൗണ്ടിലൂടെ നിങ്ങൾക്ക് പുതിയ പോസ്റ്റ് കിട്ടിയാൽ അതിൽ ജോയിൻ ചെയ്യണം, അല്ലാത്തെങ്കിൽ പഴയ പോസ്റ്റ് പുതിയ പോസ്റ്റ് പോകും. ഇനി കുറച്ച് ഗുണങ്ങളുണ്ട്. അപ്പം അതിൻ്റെ ഗുണങ്ങൾ എന്താ, മോർ ട്രാൻസ്പെറൻസി ഉണ്ട്, മെറിറ്റ് ബേസ്ഡ് അപ്ഗ്രേഡ് ആണ്, ബെറ്റർ വേക്കൻസി യൂട്ടിലൈസേഷൻ, അതായത് വേക്കൻസി എന്ത് ചെയ്യും, കൂടുതൽ യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ കൂടുതൽ ഒഴിവുകൾ എന്ത് ചെയ്യും, നമുക്ക് ഒരു റിക്രൂട്ട്മെന്റ് തന്നെ മാക്സിമം ഒഴിവുകൾ, മാക്സിമം കൂടുതൽ എന്ന് പറയാൻ പറ്റത്തില്ല, മാക്സിമം വേക്കൻസീസിനെ യൂസ് ചെയ്യും. പിന്നെ മെറിറ്റ് അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഉയർന്ന പോസ്റ്റിലോട്ട് മാറാൻ അവസരം കിട്ടും. കട്ട് ഓഫ് മാർക്കുകളിൽ കാര്യം ആ സമയത്ത് ഈ ഫിക്സും ഫ്ലോട്ടും ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിസൾട്ട് വന്ന് കാണും. അപ്പോൾ നമുക്ക് നമ്മുടെ മാർക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്ക് ചിലപ്പം അറിയാൻ പറ്റും നമുക്ക് ഇവിടെ കിട്ടുമോ, കേരളത്തിൽ കിട്ടുമോ, അല്ലെങ്കിൽ പുറത്തായിരിക്കുമോ, അല്ലെങ്കിൽ ഏത് പോസ്റ്റ് കിട്ടും, ഏകദേശം ഒരു ധാരണ നമുക്ക് കിട്ടും. അപ്പോൾ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മുമ്പത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടെ ബെറ്റർ ആണെന്നുള്ളത്, അല്ലാതെ ഫുള്ള് സെറ്റായെന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ ബെറ്റർ ആണ്. സുതാര്യതയും ട്രാൻസ്പെറൻസിയും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ എന്തായിരിക്കും, കുറച്ചുകൂടെ കൂടുതലായിരിക്കും. ചുരുക്കത്തിൽ ഒഴിവുകൾ പാഴാകാതെ മാക്സിമം പേർക്ക് എന്ത് ചെയ്യും, ജോലി ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്നത്. നമുക്ക് പഴയ സിസ്റ്റം ഇപ്പോഴത്തെ സിസ്റ്റം ഒന്ന് കമ്പയർ ചെയ്താൽ, പഴയ സിസ്റ്റം എന്താണ്, വേക്കൻസീസ് അൺഫിൽഡ് ആയിട്ട് കിടക്കും. പുതിയതിനകത്ത് മാക്സിമം വേക്കൻസി ഫിൽഡ് ആവും, എന്നാലും വേക്കൻസികൾ കിടക്കും. അങ്ങനെ കുറേ പേര് ജോയിൻ ചെയ്യത്തില്ല, ഫിക്സ് ആയിട്ട് കിട്ടിയാലും അവരെന്ത് ചെയ്തില്ല, ജോയിൻ ചെയ്തില്ല. അവർക്ക് ചിലപ്പം സ്ഥലം വെച്ചിട്ട് എന്ത് ചെയ്യും, അവർ പോവാതിരിക്കും. ഇപ്പം നല്ല പോസ്റ്റ് ഇടും, അത് ഈ നല്ല പോസ്റ്റ് ഇട്ടുന്നത്, താഴെ പോസ്റ്റ് ഇടുന്നത് കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, ഈ കുറേ പേര് എന്ത് ചെയ്യും, ഈ ഫ്ലോട്ട് കൊടുക്കും താഴെ. ഇപ്പോൾ ലെവൽ 4 പോസ്റ്റ് കിട്ടുന്നവർ, അപ്പോൾ അവരൊക്കെ ചിലപ്പോൾ അപ്ഗ്രേഡായി മേളിൽ പോയി കഴിഞ്ഞാൽ ഈ താഴോട്ടുള്ള പോസ്റ്റിലോട്ട് നേരത്തെ സെലക്ഷൻ കിട്ടാത്ത, ഫസ്റ്റ് ടെൻറ്റേറ്റീവ് ഇതിൽ സെലക്ഷൻ കിട്ടാത്തവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൂടെ അവർ കൊണ്ടുവരുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ട് കാര്യമില്ല. പിന്നെ ഓൾഡ് കേസിൽ നോ റീ അലോക്കേഷൻ ആണ്, പുതിയതിൽ എന്താണ് 1 ടൈം സ്ലൈഡിംഗ് ഉണ്ട്, ലെസ് ഫ്ലെക്സിബിലിറ്റി ആണ്. ഇപ്പോൾ എന്തുണ്ട്, 2 ഫിക്സ് അല്ലെങ്കിൽ ഫ്ലോട്ട് എന്ന് പറയുന്ന ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതായത് ഇനി ഒന്ന് ചുരുക്കത്തിൽ പറഞ്ഞാൽ, നമുക്ക് FRTA ഉണ്ട്, ഫസ്റ്റ് റൗണ്ട് ടെൻറ്റേറ്റീവ് അലോക്കേഷൻ, പിന്നെ ഐഡന്റിറ്റി വെരിഫിക്കേഷൻ, അതാണ് ഫിക്സ് ഫ്ലോട്ട്. അത് ഓഫീസിൽ പോകണമെന്ന് പറഞ്ഞാൽ അതിന് ചിലപ്പോൾ ചേഞ്ച് വരുത്തുമായിരിക്കും. സിംഗിൾ സ്ലൈഡിംഗ് ആണ്, അതുപോലെ ഫൈനൽ റിസൾട്ടും അപ്പോൾ ഇതാണ് നമുക്ക് നടക്കുന്നത്. ഇതാണ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ CGL CHSL MTS 2026 വേണ്ടി കട്ട് ഓഫ് എന്തായിരിക്കും, കുറച്ച് സ്റ്റെബിലൈസ് ചെയ്യും, വേക്കൻസി വേസ്റ്റേജ് കുറവായിരിക്കും, അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യും. ബെറ്റർ ചാൻസ് ഓഫ് ഫ്ലോട്ട് കാൻഡിഡേറ്റ്സ്, അത് ഫ്ലോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, ഗ്രേഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പോസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഫ്ലോട്ട് കൊടുത്തിട്ട് കാര്യമില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് GST കിട്ടാനായിരിക്കും ഇത്. നിങ്ങൾ GST കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല, നാട്ടിൽ കിട്ടും എന്നുള്ളൊരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിന് മേളിൽ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ CBI കൊടുത്തെന്ന് വെച്ചോ,
നിങ്ങൾക്ക് നാട്ടിൽ തന്നെ കിട്ടണമെന്നുള്ളവരാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, GST തന്നെ ഫിക്സ് ആക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലോട്ട് കൊടുത്ത് ഇത് കിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്തായിരിക്കും പഴയലോട്ട് വരാം. അപ്പോൾ സ്ട്രാറ്റജി പ്രിഫറൻസ് എന്ത് ചെയ്യാം, നമുക്ക് കൊടുക്കാം. യെസ്, ഇത്രയേ ഉള്ളൂ ഈ ഒരു നോട്ടീസിനെ പറ്റി. നോട്ടീസ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഇനി അത് വായിക്കണമെന്നില്ല, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് എന്ത് ചെയ്യാം, ചോദിക്കാം. അറിയാവുന്നതാണെങ്കിൽ എന്ത് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു.